ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിൽ പ്രിയരെ, ഒരുവൻ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, യേശുവിൻ്റെ വചനത്തെ തിരിച്ചറിഞ്ഞാൽ, അവനവൻ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പ്രവൃത്തി എന്താണ്? മാനസാന്തരം. നമുക്കറിയാം, മാനസാന്തരപ്പെടണം. മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ ഏറ്റുപറഞ്ഞ് പുതിയ ഒരു സൃഷ്ടിയായി മാറുവാനുള്ള പ്രാർത്ഥന. ഈ മാനസാന്തരം കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? മാനസാന്തരം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് വേർപാട്. എന്താ വേർപാട്? പണ്ട് ആയിരുന്ന തിന്മയിൽ നിന്ന്, പാപ സ്വഭാവത്തിൽ നിന്ന്, അശുദ്ധ ജീവിതത്തിൽ നിന്ന് വേർപെട്ട് യേശുവിൻ്റെ പ്രിൻസിപ്പിൾ അനുസരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് മാറുവാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ബൈബിൾ അനേക ഉദാഹരണങ്ങൾ നമുക്ക് അതിന് കാണാൻ സാധിക്കും. ഇപ്പോൾ സക്കേവൂസിൻ്റെ ഉദാഹരണം അതാണ്. അദ്ദേഹത്തെ വിളിച്ചു, സക്കേവൂസിൻ്റെ വീട്ടിൽ ചെന്നു. അദ്ദേഹത്തോടൊപ്പം ഭക്ഷണത്തിൻ്റെ ഇപ്പോൾ സക്കേവൂസ് പറഞ്ഞു, കർത്താവേ, ഞാൻ ആരോടെങ്കിലും പറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ 4 ഇരട്ടിയായി പകരം ചെയ്തുകൊള്ളാം. അവൻ്റെ മാനസാന്തരം വന്നു. അതിൻ്റെ പ്രവൃത്തി അവൻ ചെയ്യുന്നതായിട്ട് കാണാൻ സാധിക്കും. മാത്രമല്ല, അവൻ അനീതിയിൽ നിന്ന് മാറാൻ, അവൻ പറ്റിച്ചെടുത്തുനിന്ന് വേർപെടാൻ, അവനായിരുന്ന തിന്മയുടെ സ്വഭാവത്തിൽ നിന്ന്, പ്രവൃത്തിയിൽ നിന്ന് വേർപെടുന്നത് കാണാൻ സാധിക്കും. ഇനി അത് ചെയ്യുന്നില്ല, ഇനി അവനത് വേണ്ട. വേർപാട് എന്ന് പറയുന്നത് ലോക ജീവിതത്തിൽ നിന്നുള്ള വേർപിരിയലാണ്. വേർപാട് നമുക്ക് ദൈവവചനം എന്താണ് പറയുന്നത്? 1 യോഹന്നാൻ 2-ാം അധ്യായം 15-ാം വാക്യം. 1 യോഹന്നാൻ 2-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം ഇപ്രകാരം പറയുകയാണ്: ലോകത്തെയോ ലോകത്തുള്ളവയോ ഉള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകത്തെയോ ലോകത്തുള്ളതിനെ സ്നേഹിക്കരുത്. ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കത്തില്ല എന്ന് വചനം പറയുന്നു. വേർപാടിനെ പറ്റി ദൈവവചനം നമ്മൾ കറക്റ്റായിട്ട് നമ്മളോട് പറഞ്ഞു തരികയും, ലോകത്തോടുള്ള സ്നേഹം അത് ദൈവത്തോടുള്ള ശത്രുതയാണെന്നും ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. എന്താണ് ലോകമെന്ന് പറയുന്നത്? സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ലോകത്തിൻ്റെ വ്യവസ്ഥിതിയെ ആണ് നമ്മൾ ചുരുക്കത്തിൽ ലോകമെന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തെ സ്നേഹിച്ചാൽ, അതിൻ്റെ ഉള്ള വസ്തുക്കളെ സ്നേഹിച്ചാൽ അത് പിതാവിൻ്റെ സ്നേഹം അവനുണ്ടായിരിക്കത്തില്ല എന്ന് പറയാൻ കാരണം, അതങ്ങനെ പറയാനായിട്ട് കാരണം എല്ലാം ദൈവം സൃഷ്ടിച്ചതല്ലേ. എന്നാൽ ഇവിടെ പറയുന്നത് ആത്മീയ തലത്തിൽ നിന്ന് വേർപെട്ട് സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു തലമുണ്ട്. സാത്താനി കൾച്ചറുണ്ട്, തിന്മയുടെ സ്വഭാവങ്ങളുണ്ട്, തിന്മയുടെ കൂട്ടുകെട്ടുകളുണ്ട്. ഇങ്ങനെ ഈവിളിൻ്റെ ഒരു ലോകം നമ്മുടെ ചുറ്റിനുണ്ട്. നമ്മുടെ ചുറ്റിനും ഭൗതിക ലോകമുണ്ട്, നമ്മുടെ ചുറ്റിനും എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ ഒരു ലോകമുണ്ട് നമ്മുടെ ചുറ്റിനും. അതുപോലെ തന്നെ ഒരു ഈവിളിൻ്റെ ലോകമുണ്ട്. നല്ല തലമുണ്ട്, ചീത്ത തലമുണ്ട്. അപ്പോൾ ഈ തിന്മയുടെ തലത്തിൽ നിന്ന് വേർപെടുക എന്നുള്ളതാണ് ദൈവയുടെ ലോകമെന്ന് ഉദ്ദേശിക്കുന്നത്. ലോകത്തെയോ അതിലുള്ള വസ്തുക്കളെ നിങ്ങൾ സ്നേഹിക്കരുത് എന്നാണ് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നത്. സ്തോത്ര, ഹല്ലേലൂയ. കർത്താവിൽ പ്രിയരെ, ശ്രദ്ധിക്കണമേ, ബൈബിൾ നമ്മളെ അനേക വേർപാടുകളെക്കുറിച്ച് ബൈബിൾ നമ്മളെ പഠിപ്പിച്ചു തരിക. എന്തിൽ നിന്നൊക്കെയാണ് നമ്മൾ വേർപെട്ടത്? ബൈബിൾ അനേകം വേർപാടുകളെക്കുറിച്ച് ബൈബിൾ പറയുക. ഒന്ന്, വിശ്വാസിയും അവിശ്വാസിയും. അവിശ്വാസിയായിട്ട് വേർപെടാൻ ബൈബിൾ പറയുന്നുണ്ട്. എവിടെയാണത് പറയുന്നത്? നമുക്കൊന്ന് വായിക്കാം, വചനം വായിക്കാം. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 14 മുതൽ 17 വരെ നമ്മൾ ധ്യാനിക്കുമ്പോൾ, നിങ്ങൾ അവിശ്വാസികളുമായി കൂട്ടുചേരരുത്. നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണുള്ളത്? പ്രകാശത്തിന് അന്ധകാരവുമായി എന്ത് കൂട്ടുകെട്ടാണുള്ളത്? അനീതിയായിട്ട് എന്തിനാണ് നീതിമാൻ ചേരുന്നത്? നീതിമാൻ എന്ന് പറഞ്ഞാൽ ബൈബിൾ ദൈവവചനം അനുസരിക്കുന്നതിനർത്ഥം. നിനക്ക് അനീതിയോട് എന്തിനാണ് കൂട്ടുകെട്ട്? അവിശ്വാസിയോട് എന്തിനാണ് കൂട്ടുകെട്ട്? അപ്പം നമ്മൾ വിചാരിക്കും മാനുഷ്യ സ്നേഹമല്ലേ വലുത്. ഇവിടെ പറയുന്ന തിന്മയുടെ കൂട്ടുകെട്ടിൽ, തിന്മയുടെ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് എന്തിനാണ് കൂട്ടുകെട്ട്? ഇപ്പോൾ പണ്ട് നീ അശുദ്ധ ജീവിതം നയിച്ചിരുന്ന, ഉദാഹരണത്തിന് മദ്യപാനമോ ലഹരി വസ്തുക്കളൊക്കെ ഉപയോഗിച്ചിരുന്ന ഒരു വ്യക്തിയാകാം. എന്നാൽ യേശുവിൻ്റെ വചനത്തെ സ്വീകരിച്ചാൽ വീണ്ടും ആ പഴയ കൂട്ടുകെട്ടിലേക്ക് പോയാൽ എന്താണ് അരുത് എന്ന് ദൈവം പറയുന്നത്? അതായത് ഒരു ട്രാൻസ്ഫർ ബോണ്ടേജ് ഉണ്ട്. അവൻ്റെ തിന്മയുടെ സ്വഭാവം വീണ്ടും നിന്നിലേക്ക് വരാം. അവൻ്റെ തെറ്റായ ജീവിത രീതി നിൻ്റെ ജീവിതത്തിലേക്ക് വരാം. അവൻ്റെ അശുദ്ധ സ്വഭാവം നിന്നിലേക്ക് വരാം. അവിശ്വാസിയെ അവൻ ദൈവവചനത്തെ നിന്ദിക്കുന്നവനാണ്. സങ്കീർത്തനം പറയണം, അവിശ്വാസിയുടെ പീഠത്തിരിക്കുക പോലും ചെയ്യരുത്. അതായത് ദൈവവചനത്തെ വെറുക്കുന്നവൻ, ദൈവത്തെ നിന്ദിക്കുന്നവൻ, ദൈവത്തെ പുച്ഛിച്ച് തള്ളുന്നവൻ, നിനക്ക് അവനോടുള്ള കൂട്ടുകെട്ട് വേണ്ട. നീ വിശ്വാസിയായിട്ടാണ് സഭ കൂടേണ്ടത്. സ്തോത്ര, ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ വേർപാട് നമ്മളെ പഠിപ്പിക്കുകയാണ്, നീ അവിശ്വാസിയുമായിട്ട് നിനക്ക് വേർപാടുണ്ടാകണം.
രണ്ടാമത് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുകയാണ് സകല അനീതിയിൽ നിന്നും നമ്മൾ വേർപെടുക. 2 കൊരിന്ത്യർ 6-ാം അധ്യായം അതിൻ്റെ 14 തന്നെ പറയുകയാണ്, നീതിയും അനീതിയും തമ്മിൽ എന്ത് പങ്കാളിത്തമാണ് ഉള്ളത്? അനീതിയുമായിട്ട് നീ ചേരാൻ പാടില്ല. സകല അനീതിയിൽ നിന്നും വേർപെടുവാൻ ദൈവനെ നമ്മളെ ഓർപ്പിക്കുക. അനീതിയുടെ സ്വഭാവങ്ങളിൽ നിന്ന് നീ വേർപെടണം. ഒരുവനിലുണ്ടായിരുന്ന നമ്മളിലുണ്ടായിരുന്ന അനീതിയുടെ സ്വഭാവം ഏതെങ്കിലും ഉണ്ടായിരുന്നു, ദൈവം പറയുകയാണ്, വചനം പറയുകയാണ്, നീ അതിൽ നിന്ന് വേർപെട്ടേ മതിയാത്തുള്ളൂ. മൂന്നാമത് പറയുന്നത് ഇരുട്ടിൻ്റെ പ്രവൃത്തിയിൽ നിന്ന് വേർപെടുക. വചനഭാഗം നമ്മളെ ഓർപ്പിക്കുകയാണ്, അന്ധകാരത്തിൻ്റെ എല്ലാ പ്രവൃത്തിയിൽ നിന്നും നീ വേർപെടണം. പ്രകാശത്തിന് അന്ധകാരവുമായിട്ട് എന്ത് ബന്ധം? രണ്ടും വേറെയാണ്. നീ ക്രിസ്തുവിൻ്റെ പ്രകാശം നിറഞ്ഞവനാണ്. ക്രിസ്തുവിൻ്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ ദൈവവചനത്തിലാണ് ആ പ്രകാശം ഇരിക്കുന്നത്. ദൈവവചനത്തെ ധ്യാനിക്കുന്നവൻ്റെ മേൽ ദൈവത്തിൻ്റെ പ്രകാശം വ്യാപരിക്കുക. പ്രകാശം ആ വചനത്തിലാണ്. വചനമാണ് പ്രകാശം. ഈ വചനത്തിലിരിക്കുന്ന നമ്മൾ അന്ധകാരത്തിൻ്റെ പ്രവർത്തനത്തിൽ രണ്ടും വേർപെട്ടായിരിക്കുന്നത്. നീ പ്രകാശം അന്ധകാരത്തിൽ നിന്ന് വേർപെടണം. അടുത്തതായിട്ട് വേർപെടേണ്ടത് ബലിയാലുമായിട്ട് വേർപിരിയുക. ഇതെല്ലാം 2 കൊരിന്ത്യർ 6-ന്റെ 14, 15, 16 വാക്യങ്ങൾ നമ്മൾ വായിക്കും മനസ്സിലാവും. ബലിയാൽ എന്ന് പറഞ്ഞാൽ ബാൽ എന്ന് പറഞ്ഞാൽ അന്യ ആരാധന, അന്യവിഗ്രഹ ആരാധന. ഇതിൽ നിന്നെല്ലാം നീ വേർപെടണം. അപ്പോൾ നമ്മൾ ചോദിക്കും, ബാലുമായിട്ട് എങ്ങനെ വേർപെടും? നമ്മൾ ചർച്ചയിൽ പോകുന്നവരല്ലേ, നമ്മൾ പ്രാർത്ഥനയ്ക്ക് പോകുന്നവരല്ലേ, ഞങ്ങളുടെ വീട്ടിൽ അങ്ങനെ അന്യദൈവ ആരാധന ഇല്ല എന്ന് പറയുകയാണെങ്കിൽ ഓർത്തു, അന്യദേവൻ്റെ നാമത്തിലുള്ള ആഘോഷങ്ങൾ, ഓണം പോലുള്ള ആഘോഷങ്ങൾ അന്യദേവൻ്റെ, നമ്മുടെ അല്ല. അത് വേറെ കൾച്ചർ, അവരതെടുത്തോട്ടെ, അത് അവരുടെ. പക്ഷെ ബൈബിളിൽ അന്യദേവൻ്റെ സംബന്ധിച്ച് വേറൊരു ദൈവസങ്കല്പങ്ങൾ ബൈബിളിലില്ല. നീ ബാലുമായിട്ട് വേർപെട്ട് നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാൽ ദൈവങ്ങൾ, ബാൽ, അതായത് ബാൽ ദൈവങ്ങളുമായിട്ട് നീ വേർപെട്ടേ നിന്ന് മതിയാകത്തുള്ളൂ. അതിൻ്റെ ആഘോഷങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ, അതിൻ്റെ എന്തെങ്കിലും കൾച്ചറുകൾ, റിച്വൽസ് നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ അത് വേർപെട്ടേ മതിയാകത്തുള്ളൂ. അതുമാത്രമല്ല, നമ്മുടെ ചർച്ചിലോ നമ്മളായിരിക്കുന്ന സഭയിലോ നമ്മളായിരിക്കുന്ന കൂട്ടായ്മകളിലോ ഇതുപോലുള്ള അന്യ ആരാധനയുടെ എന്തെങ്കിലും ട്രെൻഡുകൾ, ആഘോഷങ്ങളുണ്ടെങ്കിലും ദൈവവചനം പറയാൻ നീ അതിൽ നിന്ന് വേർപെട്ടിരുന്നേ മതിയാകത്തുള്ളൂ. അടുത്തതായിട്ട് പറയുകയാണ് വിഗ്രഹങ്ങളിൽ നിന്ന് വേർപാട്. നീ വിഗ്രഹങ്ങളിൽ നിന്ന് വേർപെട്ടിരിക്കണം. കാരണം നമ്മൾ ദൈവത്തിൻ്റെ ആലയം നമ്മളാണ്. ദൈവത്തിൻ്റെ ആലയമായ നമുക്ക് വിഗ്രഹങ്ങളുമായിട്ട് എന്ത് ബന്ധം? നമ്മുടെ ചർച്ചകളിൽ ഇന്ന് നമുക്ക് അറിയാം, യേശു എന്നത് ക്രിസ്ത്യാനിയുടെ ദൈവമാണോ എന്ന് സംശയിച്ചു പോകുന്ന തരത്തിലാണ് മറ്റ് വിഗ്രഹങ്ങൾ. കുതിരപ്പുറത്തിരിക്കുന്ന ആൾ, അമ്പേറ്റ് നിൽക്കുന്ന ആൾ, മറിയമെന്ന് പറയുന്ന രൂപങ്ങൾ, എന്ന് വേണ്ട രൂപങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുക. കിടക്കുന്ന ഔസേപ്പിതാവ് എന്ന് വേണ്ട നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏതാ ക്രിസ്ത്യാനികളുടെ ദൈവം? ഒരു വിശ്വാസി വന്ന് ക്രിസ്തീയതയിലേക്ക് നോക്കുവാണെങ്കിൽ അവന് തന്നെ കൺഫ്യൂസ്ഡാണ്. ക്രിസ്ത്യാനികളുടെ ദൈവം ഇതിൽ ഏതാണ് ആക്ച്വലി? കുന്തവും പിടിച്ചുകൊണ്ട് കുതിരപ്പുറത്ത് നിൽക്കുന്ന ആളാണോ, അതോ ഉറങ്ങുന്ന ഔസേപ്പിതാവാണോ, അമ്പേറ്റ് നിൽക്കുന്ന സെബസ്ത്യാനോസ് പുണ്യാളനാണോ, അല്ലെങ്കിൽ യൂദാത്ത ദേവൂസാണോ? അവർക്ക് ഡൗട്ടാണ് ആൾക്കാർക്ക്. കാരണം നമ്മുടെ നാട്ടിൽ വിഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്, എല്ലാം പ്രതിമകൾ കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി യേശുവിൻ്റെ രൂപം, ക്രൂശിത രൂപം, കൈകെട്ടിയ യേശു എന്ന് വേണ്ട അതും. എന്നാൽ ദൈവത്തെ ഉണ്ടാക്കാൻ പാടില്ല. ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ സൃഷ്ടിക്കരുത്. വിഗ്രഹത്തെ നമുക്കറിയാം, പുറപ്പാട് 20-ാം അധ്യായത്തിൽ 10 കൽപ്പന പറയുമ്പോൾ 2ാമത്തെ കൽപ്പനയാണ്, നീ ഒരു വിഗ്രഹങ്ങൾ, ഭൂമിയിലുള്ളതിനെ ആകാശത്തോ സമുദ്രത്തിലുള്ള യാതൊരു വിഗ്രഹങ്ങളെ ഉണ്ടാക്കുകയോ അവയെ നമസ്കരിക്കുകയോ ചെയ്യാൻ പാടില്ല. ഇങ്ങനെ വിഗ്രഹങ്ങളുമായിട്ട് ദൈവത്തിൻ്റെ ആലയത്തിന് ബന്ധമുണ്ടാകരുത്. കാരണം നീ അല്ലെങ്കിൽ അവനവൻ തന്നെയാണ് ദൈവത്തിൻ്റെ ആലയമായിട്ട് മാറേണ്ടത്. അപ്പോൾ വേർപാടിനെ പറ്റി പറയുമ്പോൾ വിഗ്രഹത്തോട് നീ വേർപെട്ടിരിക്കണം. അതൊരു വേർപാട് തന്നെയാണ്. അടുത്തതായിട്ട് ദൈവവചനം പറയുകയാണ്, വ്യാജ ഉപദേഷ്ടാക്കളിൽ നിന്ന് നീ വേർപെട്ടിരിക്കണം. എന്താണ് വ്യാജ ഉപദേഷ്ടാക്കൾ എന്ന് പറഞ്ഞാൽ? പല ഉപദേശം കേൾക്കുന്നതിനെതിരെ ബൈബിൾ തന്നെ പറയുന്നുണ്ട്, അവൻ പല ഉപദേശം സ്വീകരിച്ചവൻ. നിക്കോളോസ് വർഷക്കാരെ പറ്റി പറയുമ്പോൾ പല ഉപദേശം സ്വീകരിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. പല ഉപദേശം സ്വീകരിക്കുന്നത്. എന്നാൽ പല ഉപദേശവും അതിനേക്കാൾ ഉപരി ഏറ്റവും ഭയപ്പെടേണ്ട ഒന്നാണ് വ്യാജ ഉപദേശം. അവസാന കാലത്ത് അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് വളരെ ശക്തമാണ്. ഞങ്ങളുടെ ആത്മീയപിതാവ് ഞങ്ങളെ പഠിപ്പിക്കുമ്പോൾ 2 തരത്തിലുള്ള ദുരാത്മാക്കളാണ് ഏറ്റവും ശക്തം. ഒന്ന് മരണത്തിൻ്റെ ദുരാത്മാവ്, വളരെ ശക്തമാണ്. അത് കടന്നൊരു ഭവനത്തിൽ കടന്നാൽ ആ ഭവനം അത് നശിപ്പിച്ചു കളയും. അടുത്തതായിട്ട് നമ്മൾ ഭയപ്പെടേണ്ട ഒന്നാണ് അന്തിക്രിസ്തുവിൻ്റെ ദുരാത്മാവ്. അന്തിക്രിസ്തുവിൻ്റെ ആത്മാവ് നിന്നെ വ്യാജം പഠിപ്പിക്കും. അതുമാത്രമല്ല, നിന്നെ വ്യാജം വിശ്വസിപ്പിക്കും. നീ അത് കേട്ട് കഴിഞ്ഞാൽ നിനക്ക് തർക്കത്തിൻ്റെ ഒരു ആത്മാവ് നിനക്ക് ലഭിക്കും. നിനക്ക് തർക്കിക്കാൻ തോന്നും. ആ വ്യാജം നിൻ്റെ തലയിൽ ഇങ്ങനെ ആഴ്ന്നു പിടിക്കും. നീ വ്യാജത്തിന് വേണ്ടി നിൽക്കും. ഇങ്ങനെ നമ്മളറിയാതെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരുപാട് വ്യാജ ഉപദേഷ്ടങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. തൃശ്ശൂർ എംബർ കൂടാരം പോലുള്ള, അതുപോലെ ഗേറ്റ് മിനിസ്ട്രി എന്ന് പറയുന്ന സംഭവമുണ്ട്. വയനാട് പ്രദേശങ്ങളൊക്കെ വ്യാപരിച്ചിരിക്കുന്ന
അങ്ങനെ ഇങ്ങനെ എന്തു വേണ്ട പലതരത്തിലുള്ള വ്യാജ ഉപദേഷ്ടങ്ങൾ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇത് വ്യാജ ഉപദേശങ്ങളെ നീ വളരെ സൂക്ഷിക്കണം. നമുക്കൊരു വചനഭാഗം നോക്കാം. 1 തീമോത്തിയോസ് 1 അധ്യായം 4 വാക്യം ഇപ്രകാരം പഠിപ്പിക്കുകയാണ്: നീ എഫെസോസിൽ താമസിക്കുക, വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങളിലും അവസാനമില്ലാത്ത വംശാവലികളിലും ശ്രദ്ധ പുലർത്തുകയോ ചെയ്യാതിരിക്കാൻ ചിലരെ ശാസിക്കുന്നതിന് വേണ്ടിയാണ് അത് ഇക്കാര്യങ്ങൾ വിശ്വാസത്തിൽ ദൈവത്തിൻ്റെ കാര്യവിചാരിപ്പ് നിർവഹിക്കുന്നതിന് പകരം സംശയങ്ങൾ ജനിപ്പിക്കുന്നതിനെ ഉപകരിക്കുന്നുള്ളൂ. വ്യാജ പ്രബോധനങ്ങൾ നൽകുകയോ ഐതിഹ്യങ്ങൾ, എന്തൊക്കെ ഐതിഹ്യം നമുക്കറിയാം. ഇപ്പോൾ ഗ്രീക്ക് ഐതിഹ്യങ്ങളുണ്ട്, ഒഡീസി, ഇലിയഡ്. ഇതുപോലെ തന്നെയാണ് ഇന്ത്യയിലും ഉള്ള ഐതിഹ്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? രാമായണമുണ്ട്, മഹാഭാരതമുണ്ട്, ഇങ്ങനെ ഐതിഹ്യങ്ങളുണ്ട്. എന്നാൽ ഇവിടെ വചനം പറയുന്ന വ്യാജ ഉപദേശങ്ങളുണ്ട്, ഐതിഹ്യങ്ങളുണ്ട്, വംശാവലി കഥകളുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം നീ വേർപെട്ടിരിക്കണം. കാരണം ജീവിക്കുന്ന ഏകദൈവം, ത്രിയേക ദൈവമായ യേശു മാത്രമേ ഉള്ളൂ, യാഹ്വേ. ത്രിയേക ദൈവമായ യാഹ്വേ മാത്രമേ ഉള്ളൂ ജീവിക്കുന്ന ദൈവം. ആ ദൈവമല്ലാതെ വേറൊരു ദൈവവുമില്ല. എന്നാൽ ഇന്ന് എല്ലാവർക്കും എല്ലാ ദൈവങ്ങളും ഒന്നാണ്. ഒരു സോഷ്യലിസ്റ്റ് മനോഭാവമാണ് പൊതുവെ. എല്ലാ ദൈവങ്ങളും എല്ലാം ഒന്ന്. ഇങ്ങനെ കാഴ്ചപ്പാടിൽ ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ കാണാൻ സാധിക്കുന്ന ഒന്നാണ് വ്യാജ പ്രബോധനങ്ങളിലേക്ക് പോകുന്നത്. വളരെ വചനം നമ്മൾ ഓർപ്പിക്കണം, നീ വ്യാജ പ്രബോധനത്തെ നീ നേരിടണം എന്ന് പറയണം. ക്രിസ്തുവിനെ കുറിച്ച് തന്നെ വ്യാജമായ പ്രബോധനങ്ങൾ, വ്യാജമായ സ്റ്റഡികൾ, വ്യാജമായ ഉപദേഷ്ടങ്ങൾ നമ്മുടെ നാട്ടിൽ വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. യേശു തന്നെ മത്തായിയുടെ പുസ്തകം 24 അധ്യായത്തിൽ, മത്തായിയുടെ സുവിശേഷം 24 അധ്യായത്തിൽ പറഞ്ഞിട്ട് വ്യാജ പ്രബോധകർ, അന്ത്യക്രിസ്തുവിൻ്റെ ആത്മാക്കൾ അവസാനം ഇറങ്ങുമെന്ന് ദൈവവചനം നമ്മളെ പറയുകയാണ്. അപ്പോൾ വ്യാജ പ്രബോധനത്തിൽ നിന്ന് വേർപെട്ടിരിക്കണമെന്ന് വചനം നമ്മളെ ഓർപ്പിക്കുകയാണ്. 1 തീമോത്തിയോസ് 4:7 വീണ്ടും ഇപ്രകാരം പറയുക: നീ കെട്ടുകഥകളിൽ നിന്ന്, ലൗകികവും അർത്ഥശൂന്യമായ കെട്ടുകഥകൾ നീ തീർത്തും അവഗണിക്കുക, ദൈവഭക്തിയിൽ പരിശീലനം നേടുക. കെട്ടുകഥകൾ നമ്മുടെ നാട്ടിൽ ഒരുപാടാണ്. അതിനൊന്നും ചരിത്രപരമായ തെളിവുകളൊന്നുമില്ല. കഥകളുണ്ട്, കഥകൾ ആർക്കും ഉണ്ടാക്കാമല്ലോ. അതിന് ഒരു റെക്കോർഡിക്കൽ എവിഡൻസുകളില്ല, വിറ്റ്നസ്സുകളില്ല, ഹിസ്റ്റോറിക്കൽ പ്ലേസുകളോ അതിന് തെളിയിക്കുന്നതായ ക്രോണോളജിക്കൽ തെളിവുകളോ ഒന്നും നമുക്ക് നിലവിലില്ലാതെ കഥകൾ നമ്മുടെ നാട്ടിലുണ്ട്. വചനം പറയാം, നീ കെട്ടുകഥകളെ അവഗണിക്കുക. പിന്നെ എന്താണ് പറയുന്നത്? നീ ദൈവഭക്തിയിൽ പരിശീലനം നേടുക എന്ന് ദൈവവചനം നമ്മൾ ഓർപ്പിക്കുക. അതൊരു വേർപാടാണ്. കെട്ടുകഥകൾ, വ്യാജോപദേഷ്ടങ്ങൾ, കെട്ടുകഥകൾ, ഇതിൽ നിന്നെല്ലാം നീ വേർപെട്ടിരുന്നേ മതിയാത്തെന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുന്നു. പ്രിയരെ, അതുപോലെ തന്നെ പറയണം ദുരുപദേശം. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കുക. യേശു എന്ത് പറഞ്ഞു, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ത് പറഞ്ഞു, അവരുടെ പരിശുദ്ധാത്മാവ് എന്ത് പറഞ്ഞു, ആ പ്രബോധനത്തിൽ നിലനിൽക്കുന്നവന് മാത്രമേ ദൈവമുള്ളെന്ന് ദൈവം 2 യോഹന്നാൻ 1:9 നമ്മൾ പഠിപ്പിക്കുക. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിലനിൽക്കാതെ അതിലംഘിച്ച് മുന്നോട്ട് പോകുന്ന ഒരുവന് ദൈവമില്ല. അവൻ്റെ പ്രബോധനത്തിൽ നിൽക്കുന്നവനും പിതാവും പുത്രനും ഉണ്ട്. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ നിൽക്കുന്നവൻ്റെ മേലെ ദൈവമുള്ളൂ. ക്രിസ്തുവിൻ്റെ പ്രബോധനത്തിൽ, അതായത് വ്യാജ പ്രബോധനത്തിൽ നിൽക്കുന്ന ഒരുവന് ദൈവമില്ല എന്ന് ദൈവവചനം തന്നെ ഓർപ്പിക്കുകയാണ്. അടുത്തതായിട്ട് നമ്മൾ ഏറ്റവും വേർപാട് സ്വീകരിക്കുന്ന ഒന്നാണ് പാപത്തിൻ്റെ പ്രവൃത്തികൾ. നമ്മൾ വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യം. കാരണം യേശു വില കൊടുത്ത് വാങ്ങിയ ശരീരമാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരവും ദേഹം, ദേഹിയാത്മാവ് യേശു വിലയ്ക്ക് വാങ്ങിയതാണ്. സാത്താൻ്റെ കയ്യിൽ നിന്ന്, അടിമത്തത്തിൻ്റെ, പാപത്തിൻ്റെ നുകത്തിൽ നിന്ന് യേശു വില കൊടുത്ത് വാങ്ങിയതാണ്. തൻ്റെ ജീവൻ കൊടുത്ത് വാങ്ങിയതാണ്. ഈ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. ഇതിനെ പാപങ്ങളിൽ നിന്നും അശുദ്ധിയിൽ നിന്നും കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് നമ്മൾ ചെയ്യേണ്ട ഉത്തരവാദിത്തമാണ്. വേർപാട് കാത്തു സൂക്ഷിച്ചാൽ മതിയാത്തുള്ളൂ. ഇവിടെ 1 പത്രോസ് 1:16 നമ്മൾ പറയുകയാണ്, ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു: ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് കൊണ്ട് നിങ്ങളും പരിശുദ്ധരായിരിക്കുക. ഓരോരുത്തരെയും പ്രവൃത്തികൾക്കനുസരിച്ച് നിഷ്പക്ഷമായി വിധിക്കുന്നതിനാണ് നിങ്ങൾ പിതാവെന്ന് വിളിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ഈ പ്രവാസകാലത്ത് ഭയത്തോടെ ജീവിക്കുക. എന്ന് പറഞ്ഞാൽ ദൈവഭയത്തിൽ ജീവിക്കണം. ദൈവഭയമാണ് നിന്നെ വിശുദ്ധിയിൽ നിലനിർത്തുന്നത്. ദൈവഭയം സകല അശുദ്ധിയിൽ നിന്നും നിന്നെ വേർപെടുത്തി നിർത്താൻ സഹായിക്കും. തിന്മയുടെയും പാപത്തിൻ്റെയും കെട്ടുകളിൽ നിന്ന് നീ വേർപെടുക എന്ന് ദൈവവചനം നമ്മളെ ഓർപ്പിക്കുക. കഥാൽ പ്രിയരെ, എന്താണ് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നത്? നീ ലോകത്തിന് അനുരൂപരാകരുത്, നീ ലോകത്തിൻ്റേതാകരുത്, നീ വേർപാട് കാത്തു സൂക്ഷിച്ചാൽ മതിയാത്തുള്ളൂ. റോമർ 12 അധ്യായം 2 വാക്യം ഇപ്രകാരം പറയുന്നത്: നിങ്ങൾ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടും. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണവുമായത് എന്തെന്നും വിവേചിച്ചറിയും, അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. നീ ലോകത്തിന് അനുരൂപപ്പെടാതെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവാനാണ് ദൈവവചനം പറയുന്നത്. വചനത്താൽ നീ രൂപാന്തരപ്പെട്ട് ഒരു പുതിയ മനുഷ്യനാകട്ടെ. നിക്കോദിമോസേ, നീ പുതിയതായിട്ട് ജനിക്കണം.
എന്തിനാ പുതുതായിട്ട് ജനിക്കേണ്ടത്? നീ പരിശുദ്ധാത്മാവിൽ, നീ പുതിയ പരിശുദ്ധാത്മാവിൻ്റെ ജീവൻ നിന്നിൽ വരുമ്പോൾ നിനക്ക് പുതിയ ഒരു ജന്മം, പുതിയതായിട്ട് നീ മാറുകയാണ്. നവീകരിക്കപ്പെട്ട ഒരു പുതിയ മനുഷ്യനായിട്ട് മാറുകയാണ്. പഴയത് കഴിഞ്ഞ്, പഴയ മനുഷ്യൻ, പാപ മനുഷ്യനെ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിൽ തറച്ച് പിന്നെ ക്രിസ്തുവിൽ നീ ജീവിക്കുന്നത് പുതിയ മനുഷ്യനായിട്ട്. ഇതാണ് ക്രിസ്തീയത പഠിപ്പിക്കുന്നത്. വേർപാട് നിനക്ക് കൂടിയത് വരും. വേർപാടാണ് ഒരുവനെ കൃപയിലേക്ക് നയിക്കുന്നത്. വേർപാട് ഒരുവനെ വിശ്വാസത്തിലേക്ക് നയിക്കും. വേർപാടും വിശ്വാസവും നിന്നെ ദൈവകൃപ ചലിപ്പിക്കുന്ന ദൈവകൃപയിലേക്ക് നമ്മളെ ഓരോരുത്തരും നയിക്കും. ഇന്ന് നമ്മുടെ വേർപാടുകളിൽ നമ്മൾ തീക്ഷ്ണതയോടെ ദൈവത്തിൻ്റെ രണ്ടാം വരവിന് വേണ്ടി നമ്മളെ ശരീരം മനസ്സിനെ കാത്തു സൂക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ ആലയമായി മാറുവാൻ, അശുദ്ധിയിൽ നിന്ന് അകറ്റപ്പെട്ട് മാറ്റപ്പെട്ട് നിൽക്കുവാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഏവരെയും വേർപാടിൽ ബലപ്പെടുവാൻ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഗോഡ് ബ്ലസ് യു.